നിനവയിലെ ജനത്തെ, നിനുവ നഗരത്തെ മുഴുവനായി നശിപ്പിക്കും എന്നുള്ള ദൈവ പദ്ധതി, ദൈവ തീരുമാനം ആ ജനത്തിൻ്റെ വിലാപം കൊണ്ട്, നോമ്പ് കൊണ്ട്, വ്രതാനുഷ്ഠാനം കൊണ്ട്, അവരുടെ കണ്ണുനീര് കൊണ്ട് ദൈവം നീക്കിക്കൊടുക്കുകയും സമൃദ്ധമായ അനുഗ്രഹത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്ത പാവനമായ നോമ്പിൻ്റെ സ്മരണ നാം നിർവഹിക്കുമ്പോൾ നമുക്കും ആ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അനുഗ്രഹകരമായി അർത്ഥപൂർണമായി ആചരിപ്പാൻ തക്കവണ്ണം ഇടയാവട്ടെ. പറഞ്ഞു, ദിനഹാപ്പെരുന്നാളിന് ശേഷമുള്ള 3-ാമത്തെ ആഴ്ചയാണ് ഇന്ന്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് പരീശന്മാരുടെ പ്രമാണിയായ ഒരു മനുഷ്യനെ നാം പരിചയിക്കുന്നുണ്ട്. അവന്റെ പേര് നിക്കോദീമോസ് എന്നാണ്. യഹൂദന്മാരിൽ പരീശൻ എന്ന് മാത്രമല്ല, അവരുടെ ഒരു പ്രമാണി കൂടിയായിരുന്നു, നേതൃസ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന സമയം ഇവിടെ അടിവരയിട്ട് പറയുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അവൻ്റെ മനസ്സിലുള്ള ഒരു പ്രഘോഷണം യേശുവിൻ്റെ മുൻപാകെ നിർവഹിക്കുകയാണ്. ഗുരു, അങ്ങ് ഉപദേഷ്ടാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ദൈവം തന്നോട് കൂടെയുള്ളവനല്ലാതെ മറ്റൊരുവനും അങ്ങ് പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം നിക്കോദീമോസും നമ്മുടെ കർത്താവും തമ്മിലുള്ള നിത്യജീവനെ പറ്റിയുള്ള, വീണ്ടും ജനനത്തെപ്പറ്റിയുള്ള, രക്ഷയുടെ അനുഭവത്തെ പറ്റിയുള്ളതായ വലിയൊരു സംവാദം അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യ സമൂഹത്തിൽ പരസ്യഗണത്തിൽ ഉൾപ്പെട്ടവരുമുണ്ട്, രഹസ്യ ശിഷ്യന്മാരുമുണ്ട്. പത്രോസ് ഉൾപ്പെടെയുള്ള 12 വിശുദ്ധ സ്ത്രീകളിൽ പലരും, ആ ജനതയിൽ പലരും പരസ്യമായി അവന്റെ ശിഷ്യത്വം ലോകത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ നിക്കോദീമോസിനെ പോലെയുള്ള ചിലർ രഹസ്യ ശിഷ്യന്മാരായി തുടർന്നവരാണ്. ആദ്യം നിക്കോദീമോസ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത് രാത്രിയിലാണെങ്കിൽ അവന്റെ രഹസ്യ ശിഷ്യത്വം മാറി പരസ്യമായി അവൻ പിന്നീടൊരിക്കൽ പകൽ വെളിച്ചത്തിൽ വരുന്നതിനെപ്പറ്റി വേദപുസ്തകം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അത് മറ്റെവിടെയുമല്ല, കർത്താവിൻ്റെ ക്രൂശീകരണ വേളയിൽ അരിമത്ഥ്യക്കാരനായ ജോസഫിനോടൊപ്പം നിക്കോദീമോസും ചേർന്നാണ് പകൽ വെളിച്ചത്തിൽ ഞാനിവൻ്റെ ശിഷ്യനാണെന്ന് ഘോഷിക്കുവാൻ തക്കവണ്ണം തയ്യാറായത്. നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിൽ സഭ വളർന്നത് ക്രൈസ്തവ പീഡനം കൊണ്ടാണ് എന്ന് സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും മറ്റും നാം പഠിച്ചിട്ടുണ്ട്. സഭയ്ക്ക് വളമായി തീർന്നത് ആദിമ ക്രിസ്ത്യാനികളുടെ വിശുദ്ധരുടെ രക്തമാണ്. അവരേറ്റ മതപീഡനമാണ് സഭയുടെ വളർച്ചയ്ക്ക് നിദാനമായി തീർന്നത്. നമുക്കറിയാം, പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ ക്രൈസ്തവർ പലയിടങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ വാർത്തകളും സംഭവങ്ങളുമൊക്കെ നാം അറിയുന്നുണ്ട്. അത് കർത്താവ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ കൊണ്ടുപോകും, നിങ്ങളെ വല്ലാതെ ദ്രോഹിക്കും, ചിലർക്ക് ജീവൻ നഷ്ടപ്പെടും. പക്ഷെ അവിടെയൊന്നും പതറിപ്പോകരുത്. ഈറ്റുനോവിൻ്റെ ആരംഭമാണ് ഈ പ്രതിഭാസങ്ങളൊക്കെയും. അവൻ വാതിൽക്കൽ തന്നെ ഉണ്ട് എന്നറിഞ്ഞുകൊള്ളുക. നമ്മുടെ കർത്താവിന് വേണ്ടി സാക്ഷിത്വം വഹിപ്പാൻ തക്കവണ്ണം നമുക്കാവണം. നമുക്കറിയാം, പീഡനങ്ങളൊക്കെ ഒത്തിരി വരുമ്പോഴും ക്രൈസ്തവര് കുറഞ്ഞു പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സെൻസസ് കാണുകയുണ്ടായി. വടക്കേ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും 2-3% മാത്രം ആയിരുന്ന ക്രൈസ്തവർ ഇന്ന് വളരെയധികമായി വർദ്ധിച്ച ശതമാനക്കണക്കൊക്കെ വളരെ ഉയരത്തിലേക്ക് പോയിരിക്കുന്ന ദൃഷ്ടാന്തം. അതേപോലെ തന്നെ നിക്കോദീമോസിനെ പോലെ രഹസ്യ ശിഷ്യന്മാരായിട്ടുള്ള ധാരാളം പേരുമുണ്ട്. ഒരു ലോകത്തോട് പരസ്യമായിട്ട് പറയുവാൻ ഭയക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. നിക്കോദീമോസും പരീശന്മാരെ പേടിച്ചിട്ടാണ് രാത്രിയിൽ വന്നത്. അതേപോലെ തന്നെ ക്രിസ്തു തന്റെ ജീവിതത്തിന് മതിയായവനാണെന്ന് ലോകത്തോട് പരസ്യമായി പറയുവാനാവുന്നില്ല എങ്കിലും
എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ തലമുറയുടെയും സഹായവും രക്ഷയും ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേര് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ്. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ, ആ സാക്ഷ്യപ്പെടുത്തലിലൂടെ നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആ വിളിയെ അലക്ഷ്യമാക്കി കളയാതെ നിക്കോദീമോസിനെ പോലെ ബലവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവട്ടെ. മൂന്നാമത്, നമ്മുടെ പെരുന്നാളിൻ്റെ തുടക്കം കുറിച്ച് നാം ഇത് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുകയാണ്. പെരുന്നാൾ എന്നുള്ളത് ഒരിടവകയുടെ പെരിയ നാളാണ്, വലിയ ദിവസമാണ്. ദേശത്തിന് അനുഗ്രഹമായി ആ ഇടവകയുടെ കാവൽ സ്ഥാനി അനുഗ്രഹം വിതറിക്കൊണ്ട് നിൽക്കുന്നതിന് നന്ദി സൂചകമായിട്ട് ആ കാവൽ സ്ഥാനിയെ ആദരിപ്പാൻ, അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അതുവഴി ദൈവകൃപയുടെ സമൃദ്ധി ആസ്വദിപ്പാൻ, അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകുന്ന വേളയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത എന്ന നിലയിൽ കൂടിയാണല്ലോ നാം ഈ പെരുന്നാൾ ആചരിക്കുന്നത്. നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു, ഒരാരാധനാ വർഷത്തിൽ ഏറ്റവും കൂടുതൽ തവണ പെരുന്നാൾ ആചരിക്കുന്നത് ആരുടെ പേരിൽ ആണെന്ന് നാം മനസ്സിലാക്കിയാൽ അത് പരിശുദ്ധ മാതാവിൻ്റെ പേരിലാണ്. ജനുവരി മാസം 15, മെയ് മാസം 15, ഓഗസ്റ്റ് മാസം 15 ഓർത്തിരിക്കുവാൻ എളുപ്പത്തിൽ ആ ദിവസങ്ങളുടെ പ്രത്യേകത. ജനുവരി 15 പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വിത്തുകൾക്ക് വേണ്ടി എന്ന നിലയിലും, മെയ് മാസം 15 വിളവെടുപ്പിന്റെ കാലത്ത് ഫലങ്ങളുടെ പേരിലും, ഓഗസ്റ്റ് മാസം 15 പരിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ എന്ന നിലയിലും, വീണ്ടും സെപ്റ്റംബർ മാസം 8 മാതാവിന്റെ ജനന പെരുന്നാൾ എന്ന നിലയിലും, ഡിസംബർ മാസം 27 മാതാവിന്റെ പുകഴ്ച പെരുന്നാൾ എന്ന നിലയിലും, മാർച്ച് മാസം 25 പരിശുദ്ധ മാതാവിനോടുള്ള അറിയിപ്പിന്റെ ദിനം എന്ന നിലയിലും സഭ പെരുന്നാളായി വലിയ ദിനങ്ങളായി ആചരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാവും ഒരാരാധനാ വർഷത്തിൽ ഇത്രമാത്രം ദിനങ്ങൾ അമ്മയുടെ പെരുന്നാളായി ആചരിക്കുന്നത്? അതിന് ഉത്തരം വളരെ ലഘുവാണ്, വളരെ കൃത്യമാണ്. അമ്മ മക്കളുടെ ജീവിതത്തിന്റെ വഴിത്താരയിലെ മുള്ളുകളും നൊമ്പരങ്ങളും പെറുക്കി മാറ്റുന്നവളാണ്. കർത്താവ് ലോകത്ത് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അമ്മ. കുരിശന്റെ നെറുകയിൽ വെച്ച് കർത്താവ് ലോകത്തോട് വാഗ്ദത്തം ചെയ്തത് മറ്റൊന്നുമില്ല. ഇതാ നിനക്കൊരമ്മ എന്നുള്ളത് മാത്രമാണ് യോഹന്നാനിലൂടെ ലോകത്തിന് നൽകിയത്. ആ അമ്മ ആഗ്രഹിക്കുന്നു മക്കളുടെ ജീവിത വഴിക്രമങ്ങൾ സുഗമമാവണം, സുന്ദരമാവണം, ഐശ്വര്യപൂർണമാവണം. അതുകൊണ്ടാവണം അമ്മയുടെ ആദരവ് മക്കൾ വളരെ താല്പര്യത്തോടെ നിർവഹിക്കുന്നത്.